ജോർജ്, ഈ കണക്കുകളെല്ലാം ധനമന്ത്രി പറയുന്നു. ആ കണക്കുകളിലൊന്ന് കേരളത്തിന് കേന്ദ്രം തരാനുള്ള കണക്കാണ്. അത് ഒരിടത്ത് പറയുന്നു 31,000 കോടി എന്ന് കേന്ദ്രത്തിന് കത്തെഴുതിയതായ കാര്യം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ അതിൽ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞൊഴിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിന് ഇപ്പോൾ കേന്ദ്രം എത്ര രൂപ തരാനുണ്ട്? ശരാശരി ഒരു പെൻഷൻ ഈ പരിപാടി കാണുന്ന ഒരു പെൻഷനറായ, ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു വൃദ്ധയ്ക്ക്, അത് മറിയ ചേച്ചി ആവട്ടെ മറ്റേതെങ്കിലും ചേച്ചിമാരാവട്ടെ, അവർക്കുള്ള സംശയം ഇതാണ്: ഞങ്ങളുടെ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ കാരണം ആരാണ്? അത് മോദി സർക്കാരാണോ അതല്ല പിണറായി സർക്കാരാണോ? ആരുടെ പിടിപ്പുകേടാണ് കാരണം? കേരളം പറയുന്നു അത് മോദി സർക്കാർ പണം തരാഞ്ഞിട്ടാണ്. എന്നാൽ പ്രതിപക്ഷം പറയുന്നു അങ്ങനെയല്ല, അത് പിടിപ്പുകേടാണ്. ആരെ വിശ്വസിക്കണം എന്നതാണ് ചോദ്യം. മേരി ജോർജ്. അതായത് എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിന് ഉത്തരം പറയാം. അതായത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് കേന്ദ്രം ഒരു അവഗണനയും കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം എനിക്കില്ല. കേരളത്തോട് മാത്രമായിട്ട് അവഗണന കാണിച്ചു, തരാതിരുന്നു എന്ന് പറയുന്നതിനോടാണ് ഞാൻ വിയോജിക്കുന്നത്, ആരും വിയോജിക്കുന്നത്. കാരണം നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചല്ലോ, ഇത് 32% കേന്ദ്രത്തിൽ നിന്നുള്ള പൂളിൽ നിന്നുള്ള ഡെവല്യൂഷൻ വിഹിതം 42% ഒറ്റയടിക്ക് ഉയർത്തിയപ്പോൾ അത് 33% കൊണ്ടുവരണം എന്ന് പ്രധാനമന്ത്രിയും BVR സുബ്രഹ്മണ്യനും കൂടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് YVR റെഡ്ഡി അതിന് കൂട്ടുനിന്നില്ല, അത് സാധ്യമല്ല എന്ന കർശന തീരുമാനമെടുത്തു എന്നതും ശരിയായിരിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ ആരും നേരിട്ടത് കേട്ടിട്ടില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ത് ചെയ്തു? പ്രധാനമന്ത്രി സെസ് ഏർപ്പെടുത്താൻ തുടങ്ങി. അതിനു മുമ്പും സെസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 280 വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് സെസ് ഏർപ്പെടുത്താം. പക്ഷെ അങ്ങനെ ഏർപ്പെടുത്തുന്ന സെസ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടണ്ട, പക്ഷെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നടത്തുന്ന പദ്ധതികൾക്ക് വേണ്ടി വേണം അവ ചെലവഴിക്കാൻ. അപ്പോൾ അന്ന് 2017-18 ഉണ്ടായിരുന്ന സെസ് 2 ലക്ഷത്തി ചില്ലുവാനമായിരുന്നെങ്കിൽ അത് 5,10,000 കോടിയിലേക്ക് വളർന്നു. 2022-23 ആയപ്പോഴും, അതായത് 133% വളർച്ചയാണ് സെസിലുണ്ടായത്. സംസ്ഥാനങ്ങൾക്ക് പങ്കിടണ്ട. അതെ, അത് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കേന്ദ്രം സെസ് വർദ്ധിപ്പിക്കുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള കഴിവ് കുറയും, സാധ്യത കുറയും. കാരണം എല്ലാ നികുതി ഭാരവും വന്നു ചേരുന്നത് ജനങ്ങളുടെ തോളിലാണ്. അപ്പൊ സംസ്ഥാനം വലിയ സ്വപ്നം കണ്ട് ഇത്ര നികുതി ചുമത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേന്ദ്രം സെസ് ഏർപ്പെടുത്തുന്നത്. അപ്പൊ സംസ്ഥാനത്തിന് നികുതി ചുമത്താനുള്ള സാധ്യത കുറച്ച് മങ്ങും. അവർ വിചാരിച്ച റേറ്റിൽ ഒക്കില്ല. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ സെസ് പിരിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന പദ്ധതികളിൽ ചെലവഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അത് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. പക്ഷേ 2015-16 മുൻപ് നടത്തിയിരുന്ന പല പദ്ധതികളുടെയും സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചു, കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു. അപ്പം സെസ് കൂടുതൽ കേന്ദ്രം വാങ്ങി. പക്ഷെ എന്നിട്ട് പോലും സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായ വിഷയമായിരുന്നില്ല എന്നതാണ് മേരി ജോർജ് പറയുന്നത്. അതേ വിഷയം, അതേ തിക്തഫലം തമിഴ്നാട് അനുഭവിക്കുന്നുണ്ട്. കാസർഗോഡും കർണാടകയും ഉത്തർപ്രദേശും ഗുജറാത്തും ഒക്കെ ഈ പറയുന്ന ഡെവല്യൂഷനിൽ ഉണ്ടാവുന്ന കുറവിന്റെ തിക്തഫലം അനുഭവിക്കണം. അതല്ലേ മേരി ജോർജ് പറയുന്നത്? അതുകൊണ്ട് കേരളത്തിന് വേണ്ടി മാത്രം എന്തോ വെട്ടിക്കുറച്ചു എന്നുള്ള പ്രചരണം ശരിയല്ല. പറഞ്ഞത് ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല.